ശ്രീ എ സജീവൻ, ബീഹാറിലെ ഈ നാടകീയ രാഷ്ട്രീയ നീക്കങ്ങളെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സ്വാഭാവികമായിട്ടും അധികാര താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ള പല നീക്കങ്ങളും നടക്കുന്ന കാര്യമാണ്. BJP തന്നെ പലപ്പോഴും ഈ പ്രതിപക്ഷത്തിനകത്ത് വിള്ളലുണ്ടാക്കാനായിട്ടുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തുന്നതാണ്. അതൊക്കെ കൃത്യമായിട്ടും അവരുടെ ഓരോ നീക്കവും പ്രതിപക്ഷത്ത് ഒരു ഐക്യം ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക, ഐക്യമുണ്ടെങ്കിൽ തന്നെ അതിനെ തകർക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്ന വളരെ കൃത്യമായിട്ട് നടത്തുന്നത്. അത് തടയേണ്ടത് പ്രതിപക്ഷത്തിന്റെ മൊത്തമായിട്ടുള്ള ശ്രമം വേണ്ടിയിരുന്നതാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിനെ പോലുള്ള പാർട്ടികൾ ആദ്യമേ തന്നെ നിതീഷ് കുമാറൊക്കെ തുടക്കത്തിൽ ഈ പ്രതിപക്ഷ ഐക്യത്തിന് വേണ്ടി, ഇന്ത്യ സഖ്യത്തിന് വേണ്ടിയിട്ട് പരമാവധി ആവേശത്തോടു കൂടി മുന്നോട്ടേക്ക് വന്നു. പക്ഷേ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് അതിനുള്ളൊരു നീക്കം ഉണ്ടാവാതെ കാണുമ്പോൾ അവർ പല പാർട്ടികളും പലപ്പോഴും ശ്രമിക്കുക അവരുടെ അധികാര താല്പര്യം നിലനിർത്താനായിരിക്കും. നിതീഷ് കുമാറിന്റെ കാര്യത്തിൽ നമുക്കറിയാം, അദ്ദേഹത്തിന് വലിയ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിയാം. അപ്പൊ അതുകൊണ്ടൊക്കെ ഈ ഐക്യം എന്ന് പറയുന്നത് BJP മുന്നണിയെ നേരിടുക എന്ന് പറയുന്നത് എങ്ങനെ വേണം എന്നുള്ള കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒക്കെ ഉണ്ടായ വീഴ്ചയുടെ ഒക്കെ ഫലമാണ് ഇപ്പൊ ബീഹാറിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നത്. രണ്ടാമതൊരു കാര്യം തന്നെ, BJP പോലുള്ള ഒരു പാർട്ടി അവരെ നമ്മൾ ചുരുക്കി കണ്ടുകൊണ്ട് കാര്യമില്ല. വളരെ തന്ത്രപൂർവ്വമാണ് അവരുടെ ഓരോ നീക്കവും നടത്തുന്നത്. പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷം ഇല്ലാതാക്കുക, അവരുടെ മുദ്രാവാക്യമാണ് കോൺഗ്രസ് മുക്ത ഭാരത് എന്ന് പറഞ്ഞ പോലെ തന്നെ പ്രതിപക്ഷം ഇല്ലാതാക്കി തീർക്കാനായിട്ട് ഏകാധിപത്യ രീതിയിലേക്ക് പോവുക എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഏത് തന്ത്രവും അവർ പ്രയോഗിക്കുന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ്. ഇങ്ങനെ പല പാർട്ടികളും മീഡിയ വിട്ടുകൊണ്ട് പല പ്രസ്ഥാനങ്ങളുടെയും നേതാക്കന്മാർക്ക് ഇവിടെ കേരളത്തിൽ ഉൾപ്പെടെ നമ്മൾ കാണുന്നതാണല്ലോ. അത്തരത്തിൽ പല തന്ത്രങ്ങളും അവർ പ്രയോഗിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ കൂടി ഭാഗമാണ്. പക്ഷെ ഇത്തരത്തിലുള്ള നീക്കങ്ങളെ ചെറുക്കാൻ, ആത്മാർത്ഥതയോട് ചെറുക്കാൻ താല്പര്യമുള്ള നന്നായിട്ട് പ്രതിപക്ഷ ഐക്യം, ഇന്ത്യ സഖ്യം മുന്നോട്ട് പോവാതിരിക്കുന്നതിന്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. കോൺഗ്രസ് തുടക്കത്തിൽ ഈ നിതീഷ് കുമാറിന്റെ നേരത്തെ പറഞ്ഞൊരു കാര്യം, കോൺഗ്രസിന് വേണ്ടത് അവരുടെ 5 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ജയിക്കുക എന്നുള്ളതാണ്. ഈ പ്രതിപക്ഷ ഐക്യത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നൊരു കാര്യം പറഞ്ഞു. ഇതേപോലെ തന്നെ UP-യില് അഖിലേഷ് യാദവ് ഇതേ കാര്യം പറഞ്ഞു. ഇത്തരത്തിൽ ഇതൊക്കെ തന്നെ തുടക്കം മുതൽ തന്നെ ഈ ഒരു ഗഡ്ബന്ധൻ ഉണ്ടാക്കുമ്പോൾ ആ ഗഡ്ബന്ധന്റെ കെട്ടുറപ്പ് ശക്തിപ്പെടുത്തുക എന്ന് പറയുന്നത് അനിവാര്യമായി ചെയ്യേണ്ട കാര്യം. അതില്ലാത്തതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നത്.